നമസ്കാരം നൗഷറാണേ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മളെല്ലാ ആൾക്കാരും പലതരത്തിലുള്ള പ്രണയങ്ങളുണ്ട്, പ്രണയം പൊട്ടിയത് കണ്ടുണ്ട്, പലതരത്തിലുള്ള പ്രണയിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കടന്നിട്ടുള്ള പല പല വിഷയങ്ങൾ നമ്മൾ കണ്ടുണ്ട്. പക്ഷേ ഇതാണ് ഈ ഒരു വിഷയം നിങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിച്ചു പോവുകയാണ്, എങ്ങനെ ഈ പെൺകുട്ടി ഇയാളെ സ്നേഹിച്ചു എന്നാണ് ആലോചിക്കുന്നത്. കാര്യം അത്രത്തോളം എന്താണ് ഇത്ര ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രണയം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹീനമായ വാക്കുകളൊക്കെ വരുന്ന ഒരാളെ എങ്ങനെ ഈ പെൺകുട്ടി ഇത്ര നാൾ പ്രണയിച്ചതാണ് ചിന്തിച്ചു വന്നത്. എന്താണ് ഞാൻ പറയുന്ന പെൺകുട്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ അദ്വൈത എന്നാണ് കേട്ടോ. ഈ പെൺകുട്ടിയുടെ ഒരു വോയിസും കാര്യങ്ങളെല്ലാം സാത്താൻ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ വഴി പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അത് ഈ പെൺകുട്ടി പറഞ്ഞതിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു വോയിസും കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ആ ഒരു വോയിസും കാര്യങ്ങളും നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇയാളുടെ വായിൽ നിന്ന് വരുന്നത്. എന്തായാലും ഏകദേശം ഒരു 6-7 മിനിറ്റോളം ഉണ്ട് ഈ ഒരു വോയിസ്. എന്തായാലും ഞാൻ ആ ഒരു വോയിസ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കേട്ടല്ലോ, നിന്റെ അമ്മ അതിന്റെ അടുത്ത് നീ കാണിക്കുന്ന പരിപാടി നീ ഇങ്ങോട്ട് ഇറക്കണ്ട. തൽക്കാലം ക്ലിയറല്ലേ? ക്ലിയറാണോ പറയും ആണോ അല്ലയോ? എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ എന്റെ അടുത്ത് തീർക്ക്. മനസ്സിലായോ? ലാസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞത്? തെറ്റിച്ചു കഴിഞ്ഞാ ലിമിറ്റ് ഉണ്ട് കേട്ടോ വീട്ടിലുള്ളവരെ പറയുന്നത്. ഒരു ലിമിറ്റും ഇല്ല. നീ വിളിച്ചിട്ട് മോളെ ഒരു ലിമിറ്റും ഇല്ല. അത് കേൾക്കുന്ന എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ കേൾക്കണം നിനക്ക് തോന്നണമെങ്കിൽ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട്. മനസ്സിലായോ? ചോദിക്കണേന് ഇനി നീ ഉത്തരം തരാണ്ട് ഒരു സെക്കൻഡെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് കേൾക്കാൻ പോണ നീ തെളിയല്ലാട്ടാ. എടി പന്ന പൊലയാടി തേവിടിച്ച് വീടിച്ചീറ പോണേ ആ പന്ന വീട്ടിലുള്ളവരെ പറയുന്ന ദൈവം. നിന്നോട് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ നിനക്കൊരു വാങ്ങി തന്നോ? ഇപ്പൊ ഞാൻ നിനക്കൊരു വാങ്ങി തന്നോ? അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല ഇത് കേട്ടിട്ട്. ആടി പിടിച്ചിട മോളെ ആ പഴക്കത്തിന്റെ മോള് തന്നെയല്ലേ നീ? 8 മണിക്കും 8:30ക്കും 9-നും 9:15 9:45 വിളിക്കണം എന്നല്ലേ? അതിലേതേലും സമയം ഇതായി കഴിഞ്ഞു കഴിഞ്ഞാ എന്താ എന്നെ ബ്ലോക്ക് ചെയ്തോ? എത്ര ദിവസം ഒന്നുമില്ല മൊത്തം. പിന്നെ മറ്റേ നിധുവിന്റെയും ഈ ലാസ്റ്റിലെ 6 പിക്കും മൊത്തം 6 പിക്ക് അത് ആർക്കീവിൽ തന്നെ ഉണ്ടാവും. പെർമിഷൻ ഇല്ലാണ്ടൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല, അത് അൺആർക്കീവ് ചെയ്യുന്നില്ല. ചെയ്ത എന്നെ ബ്ലോക്ക് ചെയ്തോ? അപ്പോഴെന്നെ ബ്ലോക്ക് ചെയ്തു. അതെന്നെ ഈ കോളിൽ എന്തെങ്കിലും വൈകോ അല്ലെങ്കിൽ ഞാൻ വിളിക്കാണ്ടിരിക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തോ? മെല്ലെ പറഞ്ഞതല്ല ലുട്ടു. എന്തിനിങ്ങനെ കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഉണ്ട്. ഇല്ല ഞാൻ പറഞ്ഞത് ഞാൻ 8 മണിക്കും 8:30ക്കും 9 മണിക്കും 9:15 9:45 ഈ പറഞ്ഞ 5 സമയവും ഞാൻ വിളിക്കാം. എന്നിട്ട് ഇൻ കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തു. കേട്ടോ? ഏതിലാഴ്ച ചെയ്തു? കംപ്ലീറ്റ് ചെയ്തോ? ഏതിലാഴ്ച ചെയ്തു? ഇഷ്ടമുള്ള പോലെ ചെയ്തോ? അങ്ങനെ വിളിക്കാതിരുന്ന അതിന് ഞാൻ തെറ്റിക്കില്ലല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. കാരണം ഞാൻ എനിക്ക് വിശ്വാസമില്ല. 5 പൈസക്ക് വിശ്വാസമില്ല. കാര്യം വന്നാ എന്നെ ബ്ലോക്ക് ചെയ്തു. പിന്നെ നിധുവിന്റെ 3 പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിന്റെ 3 പിക്കും ഞാൻ എന്താ പറയാ ആർക്കീവ് ഇട്ടിട്ടുണ്ട്. അത് പെർമിഷൻ ഇല്ലാണ്ടൊന്നും അൺആർക്കീവ് ചെയ്യില്ല. ചെയ്യില്ല. കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തു. പക്ഷെ അതെങ്ങനെ കാണാണ്ട് ലുട്ട് എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തോ? ഞാൻ ചെയ്യില്ല. എന്റെ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ലൂട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യട്ടോ. ശരി എന്നാ ലൂട്ട് തേവിടിച്ചിട മോളെ ഞാൻ പറയില്ല പറഞ്ഞ എന്നെ ഒന്നും നോക്കണ്ട. എവിടെ നിന്നാ ബ്ലോക്ക് ചെയ്തു? ഇതിന് വല്ല തെറ്റി കേട്ടാ? അതും തെറ്റിക്കില്ല ലുട്ടു, തെറ്റിക്കില്ല. ഇന്ന് ഞാൻ അങ്ങനെ വിളിച്ചത് ഓർത്തോ നീ? 9:45 ഇപ്പൊ. എന്നെ വിളിക്കേണ്ട സമയാണോ?
ശരി, കുഴപ്പമില്ല. ഇന്ന് ഞാൻ അങ്ങനെയാട്ടോ വിളിച്ചത്, ഓർത്തോ നീ എന്തായാലും? ഓർമ്മയുണ്ട്. നാളെ തൊട്ട് ഇനി അങ്ങോട്ടുള്ള ഈ വർഷങ്ങൾ മൊത്തം എത്ര കാലം ഞാൻ പറയുന്നു അത്രയും കാലം നിന്റെ ഒരു കോളിങ്ങനെ തെറ്റിയാതു. ഇല്ല, തെറ്റിയാൽ എന്ത് ചെയ്യാൻ പറ? തെറ്റി തന്നെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വർക്കിന്റെ ഇടയിലാണെങ്കിൽ എങ്ങനെയാലും വിളിച്ചോളാം. ബ്ലോക്ക് മാത്രമല്ല കേട്ടോ, നല്ല പച്ചക്കറി അമ്മയ്ക്ക് വിളിക്കും കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞു ആണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. പോരെ, ഇത് ഞാൻ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നീ കയ്യും കാര്യം പിടിച്ചിപ്പം ഉണ്ടാക്കുന്ന നിയമമാണെങ്കിൽ അത് അല്ല അല്ല എന്റെ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ്. അല്ല, എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാന്ന് ഞാൻ പറയുന്നത്. അതാ പറഞ്ഞേ, ഇതിപ്പോ നീയേ ഇത് ഒന്ന് മിസ്റ്റേക്ക് ചെയ്ത് എങ്ങനെയും ഒന്ന് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പറയണമെങ്കിൽ ഒന്നും നിനക്ക് ബാധക അല്ലെങ്കിൽ അല്ല, ഞാൻ വിളിക്കും. ഈ പറഞ്ഞ സമയമല്ല എന്റെ അച്ഛ. അപ്പം കേട്ടില്ലേ, എന്തൊരു തെറിവിളിയാണല്ലേ. നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേ കൂട്ട് തെറി വിളിച്ചു നമ്മൾ ചിന്തിച്ചു കാണില്ലേ എന്തിനാണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടി ഈ കുട്ടി അയാളെ പ്രേമിക്കുന്നതെന്ന്. ഇപ്പം പല ആൾക്കാരും ചോദിക്കുന്നുണ്ടാവും, ഈ പെൺകുട്ടിക്ക് കേസ് കൊടുത്തുകൂടെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടി ഇത്രയും ബുദ്ധിമുട്ടി ഇയാളെ എന്തിനാണ് പ്രേമിക്കുന്നത്. പല ടൈമുകളിലും പബ്ലിക് പ്ലേസുകളിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടി ഇയാളെ ആക്രമിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഈ പെൺകുട്ടിക്ക് പ്രതികരിക്കാൻ പേടിയായിരിക്കും ഒരു പക്ഷേ, അതിൻ്റെ പേരിലായിരിക്കും ഈ പെൺകുട്ടി പരാതിപ്പെടാത്ത കാര്യങ്ങളൊക്കെ. എന്തായാലും ആ ഒരു പെൺകുട്ടി അതിനെക്കുറിച്ചൊരു വോയിസും ഇപ്പോൾ പുറത്തുവിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അതിൽ കുറെ ഇഷ്യൂസ് പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഈവൻ എന്റെ മുഖത്ത് പഞ്ചായത്ത് എനിക്ക് ജോസിലെ കുറച്ച് ഇഷ്യൂസ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ബസ്സിൽ വെച്ചിട്ട് ഈവൻ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സിൽ വെച്ചിട്ടാണ് എന്നെ ഈ ചാർജർ വയറ് കഴുത്തിന് ചുറ്റിയിട്ട് മറ്റേ ആ സൈഡ് ഇതാക്കുന്നത്. അങ്ങനെ ഈവൻ പബ്ലിക് പ്ലേസിൽ വെച്ച് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുക, പിന്നെ ഉപദ്രവിക്കുക, കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ദേഹത്തെല്ലാം കുത്തിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മളതിനെ റിയാക്ട് ചെയ്യുമ്പോൾ അതിലും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, സൈലന്റ് ആവേണ്ട ആ ഒരു സ്റ്റേജ് വരുക. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. കാര്യം ഇവന് ശരിക്കും പറഞ്ഞാൽ പ്രേമിക്കാൻ പെണ്ണൊന്നും അല്ല വേണ്ടത്. ഇവൻ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ ഒരാളും, അതുകൊണ്ട് ഇവൻ്റെ ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ഇവൻ മറ്റടുത്ത് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഇവന് തീർക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി, അതിലാണ് ഈ പെൺകുട്ടിയെ ഇവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. ഏതായാലും ഇവർ തമ്മിലുള്ള ഇപ്പം ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ ഇങ്ങനൊരു വോയിസും കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി പുറത്തിട്ടുള്ളത്. ഏതായാലും എൻ്റെ പൊന്നെ, ഇതുപോലുള്ള ഒരുത്തിനെ പ്രേമിച്ച് ഈ പെൺകുട്ടിയെ സമ്മതിക്കണം. ഏതായാലും അവൻ്റെ പിടിയിൽ നിന്ന് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടല്ലോ. എന്തായാലും ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതോടെ ചിലപ്പം ഇവൻ അകത്താകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഓഫ് നൗ ടോക്സ്. ഗുഡ് ബൈ.